മഴ മുന്നറിയിപ്പിൽ മാറ്റം. വരും മണിക്കൂറിൽ സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളത്തിലെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ നേരിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. Join the legacy of excellence at Little Flower Engineering Institute, Kalmasheri. ആയതിനാൽ തന്നെ മറ്റെല്ലാ ജില്ലകളിലും ഇപ്പോൾ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ട് എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെടുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. 6 ജില്ലകളിൽ യെല്ലോ അലേർട്ട് ആണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകൾക്കാണ് മുന്നറിയിപ്പുള്ളത്. 3 ജില്ലകളിലെ മുന്നറിയിപ്പ് പിൻവലിച്ചിട്ടുണ്ട്. 27 വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതേസമയം സംസ്ഥാനത്ത് കാലവർഷത്തിനായി തന്നെ ഇനിയും കാത്തിരിക്കണം. കാലവർഷം നാളെ എത്തില്ല എന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. നാളെ കേരളത്തിൽ എത്തുമെന്നതായിരുന്നു മുൻ പ്രവചനങ്ങൾ സൂചിപ്പിച്ചതെങ്കിലും നാളെ കാലവർഷം എത്തില്ല എന്നതാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അതേസമയം കാലവർഷം എന്നത് എത്തുന്ന കാര്യത്തിൽ, അതായത് മെയ് 26 കൂടി തന്നെ കാലവർഷം എത്തുമെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വിശദീകരണം ഉണ്ടായിരുന്നു. ഇതിൽ എടുത്തു പറയേണ്ടത്, എൽ നീനോ പ്രതിഭാസം കാലവർഷത്തെ സാരമായി തന്നെ ബാധിക്കുമെന്ന ആശങ്ക കൂടിയാണ് ഇവിടെ നിലനിൽക്കുന്നത്. മഴയും അളവിലും, അതായത് മഴയുടെ ഈ ഒരു അളവ് ദിവസങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടായേക്കാമെന്നും നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. കാലവർഷം ദുർബലമാകുമെന്ന് നേരത്തെ തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. കാലവർഷം എത്തിയില്ലെങ്കിലും നിലവിലെ മഴ തുടരുമെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു. കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാപകമായി തന്നെയാണ് മഴ ലഭിച്ചത്. ഭൂമധ്യരേഖ മുതൽ 10 ഡിഗ്രി സെൽഷ്യസ് ഉത്തര അക്ഷം അതുവരെയും, അതേപോലെ 55.80% കിഴക്കൻ രേഖാംശം വരെയുള്ള മേഖലയിലായി തന്നെ 600 HPA, അതായത് 4.2 കിലോമീറ്റർ വരെയുള്ള ഉയരത്തിൽ പടിഞ്ഞാറൻ കാറ്റിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു. 5 ഡിഗ്രി സെൽഷ്യസ് മുതൽ 10 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ഉത്തര അക്ഷാംശം ആകട്ടെ 70 മുതൽ 80 ഡിഗ്രി സെൽഷ്യസ് കിഴക്ക് രേഖാംശം വരെയുള്ള മേഖലകളിൽ 925 HPA, അതായത് ഏകദേശം 750 മീറ്റർ ഉയരം വരെ കാറ്റിന്റെ വേഗത അവിടെ അടയാളപ്പെടുത്തുകയും ചെയ്തിരുന്നു. താഴ്ന്ന ലെവലിൽ പടിഞ്ഞാറൻ കാറ്റ് നിലവിലുണ്ടെങ്കിൽ പോലും 4 കിലോമീറ്റർ ഉയരം വരെ എത്തിയിട്ടില്ല എന്നതാണ് സൂചിപ്പിക്കുന്നത്. ഇതാണ് പ്രധാനമായും കേരളത്തിൽ കാലവർഷം പ്രഖ്യാപിക്കാൻ വൈകുന്നതെന്നും സൂചിപ്പിക്കുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ 6 വർഷത്തെ കണക്ക് പരിശോധിക്കുമ്പോൾ അതായത് ഏകദേശം 2023 കാലവർഷം കേരളത്തിൽ ഏറ്റവും വൈകി എത്തിയത്. അന്ന് ജൂൺ 8 കാലവർഷം എത്തിയത്. 2020 ജൂൺ 5 കാലവർഷം എത്തുമെന്നാണ് പ്രവചനം എങ്കിൽ പോലും ജൂൺ 1 തന്നെ കാലവർഷം എത്തിയ സാഹചര്യമുണ്ട്. 2021 മെയ്യിൽ, അതായത് 2021 ആ ഒരു വർഷത്തിൽ മെയ് 31 കാലവർഷം എത്തുമെന്ന് പ്രവചനം ഉണ്ടായെങ്കിലും ജൂൺ 3 കാലവർഷം എത്തിയത്. 2022 കാലഘട്ടത്തിൽ മെയ് 27 എത്തുമെന്ന് പ്രഖ്യാപിച്ചെങ്കിൽ പോലും 29 കൂടിയാണ് കാലവർഷം കേരളത്തിലേക്ക് എത്തിയത്. 2023 ജൂൺ 4 കാലവർഷം എത്തുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ജൂൺ 8 കാലവർഷം എത്തിയത്. അതേപോലെ 2024 മെയ് 31 കാലവർഷം എത്തുമെന്ന് പ്രവചിച്ചെങ്കിലും അത് പിന്നീട് 30 മാറ്റുകയാണ് ഉണ്ടായത്. 2025 മെയ് 27 കാലവർഷം എത്തുമെന്ന പ്രവചനം ഉണ്ടായെങ്കിലും മെയ് 24 കേരളത്തിൽ കാലവർഷം എത്തിയത്. 16 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമായിരുന്നു ഇത്രയും നേരത്തെ കാലവർഷം കേരളത്തിൽ എത്തിയത് എന്നതാണ് അന്ന് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഇത്തവണ കാലവർഷം വൈകുമെന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.